മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള പക്കാവട, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യമായിട്ട് നമുക്കതിന് വേണ്ടത് പോട്ടുകടല പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. 1 കപ്പ് പോട്ടുകടല എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കണം. 2 കപ്പ് കടലമാവ്, അതിൻ്റെ കൂടെ 2 കപ്പ് അരിപ്പൊടി. ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്താൽ മതി. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പോട്ടുകടല അല്ലെങ്കിൽ റോസ്റ്റഡ് ചന ഡാൽ. പോട്ടുകടല എന്ന് പറഞ്ഞാൽ നമ്മൾ മിച്ചറിനൊക്കെ കാണത്തില്ലേ വറുത്തിട്ടേക്കുന്നത്, അതാണ് പോട്ടുകടല കേട്ടോ. 1 ടീസ്പൂൺ അയമോദകം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/2 സ്പൂണ് കായം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക, കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യെല്ലാം നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണേ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് സേവനാഴിക്കകത്ത് നമ്മൾ ഈ ചില്ലുണ്ടല്ലോ, പക്കാവട ഉണ്ടാക്കുന്ന ചില്ല്, അത് 1 എണ്ണം ഉള്ളതുകൊണ്ട് 4 എണ്ണം ഉള്ളതുകൊണ്ട്. അപ്പോൾ 4 എണ്ണം ആണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മാവ് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിനകത്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം. ഈ എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളത് ഇട്ട് കൊടുക്കുമ്പം എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ആദ്യം ഇടുമ്പോൾ നന്നായി ചൂടുള്ള എണ്ണയ്ക്കകത്ത് നമ്മൾ ഇത് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തീ ഒന്ന് കുറയ്ക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കണം. ഇതൊന്ന് ആയിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നല്ല മണം വരും. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ പക്കാവട ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നു. ഇതിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി കരിഞ്ഞു പോവാതെ നോക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ പക്കാവടയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. നല്ല പക്കാവട റെഡി ആയിട്ടുണ്ട്. അതുപോലെ മാവെല്ലാം ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പക്കാവടയുടെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പക്കാവട എല്ലാം നമ്മൾ ഒത്തിരി നീളത്തിലല്ലേ ഇരിക്കുന്നത്, അതൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കാം. കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ കരിവേപ്പിലയും ഇതെല്ലാം അതിനകത്തുനിന്ന് പൊടിഞ്ഞ് വീഴുകയും നല്ലൊരു മണമായത്. ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ടിന്നിനകത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിനകത്ത് ഇട്ട് അടച്ച് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർക്ക് വൈകുന്നേരം വരുമ്പോൾ ചായയുടെ കൂടെ കൊടുക്കാനും നല്ലതാണ്. ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്